ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹെയർ പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഹെയർ പാക്ക് നമുക്ക് മുടി നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ മുടിക്ക് നല്ല വോളിയം തോന്നിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹെയർ പാക്കാണ്. ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇത് ഉലുവ കൊണ്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഹെയർ പാക്ക് തന്നെയാണ്. നമുക്ക് ഈ ഹെയർ പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഉലുവ ഇപ്പം നല്ല നൈസായിട്ട് നന്നായിട്ട് പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത്. കഞ്ഞിവെള്ളമായാലും നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് കഞ്ഞിവെള്ളം. അതുപോലെ തന്നെ ഉലുവയാണെങ്കിലും നമ്മൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ ഒരുപാട് നല്ലതാണ്. നമുക്കിതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിക്കാം. ഇതിലോട്ട് കഞ്ഞിവെള്ളം പാക്ക് രൂപത്തിലോട്ടാകുന്ന പോലെ ഒഴിച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വയ്ക്കണം. 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്നുകൂടെ ടൈറ്റ് ആകുകയാണെങ്കിൽ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പാക്ക് ഞാൻ മുടിയിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ അപ്ലൈ ചെയ്തതിന് മുമ്പ് ഏത് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി നമ്മളൊരു ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ആകുകയും ചെയ്യും. അതിൻ്റെ കൂടി ഈ പാക്കും കൂടി ഇടുമ്പോൾ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നമ്മൾ ഏത് പാക്ക് ഇടുന്നതിന് മുമ്പായി ഒരു ഓയിൽ മസാജ് ചെയ്ത് നമ്മുടെ മുടിയിലെ ഓടക്കൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ പാക്ക് ഇടാൻ. ഈ ഉലുവയുടെ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് നല്ലതും മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതിനകത്തിൽ ആഡ് ചെയ്തിരിക്കുന്ന കഞ്ഞിവെള്ളമായാലും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റും സിൽക്കിയും ആവുകയും ചെയ്യും. നമുക്ക് മുടി വളർച്ചയ്ക്കും ഈ കഞ്ഞിവെള്ളം നല്ലതാണ്. നമുക്ക് ഈ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പം ഈ ഉലുവ ആയതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളം കൂടെ ഒന്നും കൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇത് മുടിയുടെ തലയിലെ എല്ലാ ഭാഗത്തും പുരട്ടി അതുപോലെ തന്നെ ബാക്കി വരുന്നത് നമ്മുടെ മുടിയിലുമെല്ലാം നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് മുടിയുടെ അറ്റത്തും കൂടെ കുറച്ച് പുരട്ടിയാൽ നല്ലതായിരിക്കും. ഇത് ഒരുപാട് നല്ലതാണ് ഹെയർ ഗ്രോത്തിന്. ഇത് രണ്ടും കൂടെ കഞ്ഞിവെള്ളവും ഉലുവയും കൂടെയുള്ള പാക്കാകുമ്പോൾ ഇത് ഒരുപാട് മുടിക്ക് നല്ലതാണ്. ഹെയർ ഗ്രോത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. നമ്മുടെ പൊഴിഞ്ഞു പോയിട്ട് കിളിക്കാത്ത മുടിയൊക്കെ നല്ലതായിട്ട് കിളിക്കുകയും മുടി പൊട്ടിപ്പോകുന്നതിനും ഒക്കെ നല്ലതാണ്. ഇത് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. ഉലുവയാകുന്നത് കൊണ്ട് അത്ര ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും ഇതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഡ്രൈ ആകാൻ ഇരിക്കരുത്. ഒരുപാട് ഡ്രൈ ആയാൽ നമുക്കത് കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ഡ്രൈ ആകാതെ ഒരു മീഡിയം ലെവലാകുമ്പോൾ അങ്ങ് കഴുകി കളയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ മുടി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളതാണിത്. ഞാനിതിൽ ഷാമ്പു ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.